എറണാകുളം ചങ്ങമ്പുഴ പാർക്കിൽ കുറച്ച് നാളായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു ഇത്. അതായത് ഈ സൈക്കിൾ ചവിട്ടി പോകുന്ന പയ്യൻ ഇവരിങ്ങനെ രാത്രിയാവുന്ന സമയത്ത് സൈക്കിൾ ചവിട്ടി വഴിയെ പോകുന്ന പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നു. മീറ്റ് ജോ 24 വയസ്സുള്ളപ്പോൾ മരണം കൺമുന്നിൽ കണ്ട വലിയൊരു ആക്സിഡന്റിനകത്ത് നിന്ന് സർവൈവ് ചെയ്ത് വന്നിട്ട് ഒരു കൈ ഇപ്പൊ പാരലൈസ്ഡ് ആയിരുന്നിട്ടും സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്ത് ജീവിച്ചിട്ട് പോകുന്ന ഒരു പെൺകുട്ടി. ഈ അസോൾട്ട് സംഭവിച്ചതും ഇതേ പെൺകുട്ടിക്ക് തന്നെയാണ്. ഈ അസോൾട്ട് സംഭവിച്ചതിന് ശേഷം ഈ പെൺകുട്ടി ആ ഏരിയയിലുള്ള കുറെ CCTVയുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇതിനു വേണ്ടിയിട്ടൊരു പരാതി കൊടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതിന്റെ പുറകിൽ നിന്ന് റെസ്പോൺസ് ഒന്നും കിട്ടാതെ വീണ്ടും CCTVയുടെ ഫുട്ടേജ് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ആ വീഡിയോയ്ക്കകത്ത് അതേ പയ്യൻ വേറൊരു പെണ്ണിനെയും കൂടെ അസോൾട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണാനിടയുണ്ടായത്. 7-8 ദിവസം കഴിഞ്ഞിട്ടും ഇതിന്റെ അടുത്തുനിന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് അധികം കിട്ടാത്ത സമയത്താണ് ജോവാന എന്നെ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യുന്നത്. ഈ വീഡിയോ എന്റെ കയ്യിൽ കിട്ടിയതിനു ശേഷം ഞാൻ ഈ പറയുന്ന ഏരിയയിൽ പോയിട്ട് ഈ എന്റെ കയ്യിലുള്ള CCTV ദൃശ്യങ്ങൾ മാത്രം വെച്ചിട്ട് അയാൾ ഇട്ടിരിക്കുന്നത് ഒരു യൂണിഫോം ആണെന്ന് മനസ്സിലാക്കുകയും ആ യൂണിഫോമിനെ കണ്ടുപിടിച്ച് ആ യൂണിഫോം ഏത് സ്ഥാപനത്തിലാണെന്ന് കണ്ടുപിടിച്ച് ആ സ്ഥാപനത്തിലോട്ട് ഞങ്ങൾ പോയി. അല്ലെങ്കിൽ അതിന് നമ്മുടെ പേര് ഇപ്പോൾ ഇതിനകത്ത് വന്നാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ബിക്കോസ് ഈസ് വിയറിംഗ് അവർ യൂണിഫോം. നമ്മൾ ബ്രാൻഡിനെ കൂടി ഡിഫൈൻ ചെയ്യുന്ന സ്ഥിതിയാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ പോലും ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. കുട്ടിയെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് +1 മാത്രം പഠിക്കുന്ന ഒരു മൈനറാണ് ഇത്രയും വലിയ ഒഫൻസിന്റെ പുറകിൽ എന്നുള്ളതാണ്. ദാറ്റ് വാസ് ദ സ്കാരി പാർട്ട് ഓഫ് ഓൾ ദിസ് ഇൻവെസ്റ്റിഗേഷൻ. എന്തായാലും ഞങ്ങൾ പിടിച്ച പ്രതിയെ പോലീസിന് ഞങ്ങൾ കൈമാറിയതിനു ശേഷം ഞങ്ങൾ അവരോട് പറഞ്ഞു, ഈ പയ്യനെ ഞങ്ങൾക്ക് ജയിലിലാക്കുകയോ അല്ലെങ്കിൽ ഇവനെ സിസ്റ്റത്തിൽ കയറ്റുകയോ അല്ല വേണ്ടത്. ഇവനെ നല്ലൊരു കൗൺസിലിംഗ് കൊടുത്ത് എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി അതിനാണ് പ്രതിവിധി വേണ്ടത്. സോ പേരൻസ് ആയിട്ടുള്ള യങ് പേരൻസിനോട് എല്ലാവരോടും പറയുകയാണ്, നമ്മൾ ഏത് രീതിയിൽ കുട്ടികളെ വളർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ട് അതുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്നേഹം പറയട്ടെ.